ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു മുടിയിൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും സ്ട്രെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അരുണേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ഷോപ്പുണ്ട്, എന്നാൽ ഇന്ന് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അങ്ങനെ നേരെ അടുത്തേക്ക് വന്നു. ഇവരെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അരുണാട്ടൻ എന്നെ ഇടയാക്കിയിട്ട് അരുണാട്ടൻ പോയി. ഏകദേശം ഒരു 2-3 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിന്. അപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് പിന്നെ ക്രീം ഇട്ടിട്ട് പിന്നെ അത് ഡ്രൈ ആവാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ പ്രോസസ്സ് ഉണ്ട്. എനിക്കിങ്ങനെ വലിയ രീതിയിൽ പറഞ്ഞുതരാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എനിക്കിങ്ങനെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇവർ തായ്ക്കാരി ആയതുകൊണ്ട് ഇവരോട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കാനും പറ്റിയില്ല. കാരണം ഞാൻ അവരോട് ചോദിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല, അവരെന്ത് പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാനങ്ങനെ കൂടുതൽ ചോദിക്കാനൊന്നും നിന്നില്ല. എന്നാലും കുറച്ച് ഭയങ്കര കമ്പനി ആയിരുന്നു. നമ്മൾ കല്യാണം എപ്പോൾ കഴിഞ്ഞാന്നൊക്കെ ചോദിച്ചു. പിന്നെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു ഞാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും അരുണേട്ടൻ വന്നിട്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഓയിൽ ഇടാവോ, പിന്നെ ഷാമ്പു കണ്ടീഷണർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണോ എന്നിട്ട്. അപ്പോൾ അരുണേട്ടൻ അതൊക്കെ അവരോട് ചോദിക്കുകയാണ്.ไม่ใช่แชมพูนะทรีทเมนต์เข้าใจใส่ทรีทเมนต์ได้ต้องใส่ทรีทเมนต์แล้วน้ำมันออยล์อย่างนี้ใช่ไหมโคโคนัทออยล์ไอ้ที่ตอนที่ไอ้ชันแชมพูโคโคนัทออยล์มาแบบเยอะมากเยอะมากผู้หญิงอินเดียชอบใส่โคโคนัทออยล์ใช่ไหมโคโคนัทออยล์ใส่ได้ใส่โคโคนัทออยล์เยอะๆได้ไม่เป็นไรแบบนี้ด้วยเซ็ตด้วยเวลาเพื่อนบอกഅങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പം എൻ്റെ മുടി എങ്ങനെയുണ്ട് എന്ന് കണ്ടേ ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇവിടെ ഒരു കുരു വന്നു കേസ്, അത് കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.